ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് ഞങ്ങളുടെ ഒരു ആൻറ്റിയുടെ വീട്ടിൽ പൊങ്കാല ഇടാൻ വേണ്ടി വന്നിരിക്കുന്നത്. ഇവിടെ ആൻറ്റിയും ആൻറ്റിയുടെ ഫ്രണ്ട്സും പൊങ്കാല ഇടുന്നതിൻ്റെ കൂടെ നമ്മളും വന്നിട്ടുണ്ട്. പൊങ്കാല ആൻറ്റിയുടെ പേര് ഗീത എന്നാണ്. ആദ്യം ദേവിയുടെ കുറച്ച് പൂജകളൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ പൊങ്കാല സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ ട്രിവാൻഡ്രത്ത് 10:15 പൊങ്കാല സ്റ്റാർട്ട് ചെയ്യുക. അപ്പോഴാണ് ഇവിടെയും പൊങ്കാല സ്റ്റാർട്ട് ചെയ്യുക. കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരം നഗരത്തിലെ പ്രസിദ്ധ ക്ഷേത്രമായ ആറ്റുകാൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ നടക്കുന്ന വാർഷിക മഹോത്സവമാണ് ആറ്റുകാൽ പൊങ്കാല. കേരളത്തിലെ ആദ്യത്തെ പൊങ്കാലോത്സവം കൂടിയാണിത്. അനന്തപുരിയുടെ ദേശീയ ഉത്സവമെന്ന് ആറ്റുകാൽ പൊങ്കാല വിശേഷിക്കപ്പെടുന്നു. ശാക്തേയ വിശ്വാസപ്രകാരം ജഗദീശ്വരിയും ആദിപരാശക്തിയുമായ ശ്രീ ഭദ്രകാളിയാണ് ആറ്റുകാലമ്മ എന്നറിയപ്പെടുന്നത്. മകരം കുംഭം മാസങ്ങളിലായി നടക്കുന്ന ക്ഷേത്രോത്സവത്തിൻ്റെ 9ാം ദിവസമാണ് ആറ്റുകാൽ പൊങ്കാല നടക്കുന്നത്. പൂരം നാളും പൗർണമിയും ചേർന്ന് വരുന്ന ദിവസമാണ് പൊങ്കാല. പൊങ്കാലിട്ടുകൊണ്ടിരിക്കുന്ന 2020 വരെ, അതായത് കൊറോണ കാലത്തും ഞങ്ങൾ ആറ്റുകാൽ പോയി പൊങ്കാലിട്ട് വന്നു. 2021 ആറ്റുകാൽ പോകാൻ സാധിച്ചില്ല. അപ്പം എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ഇവിടെ. അപ്പോൾ അവർ പറഞ്ഞു നമുക്കിവിടെ എൻ്റെ വീട്ടിൽ പൊങ്കാല ഇടാൻ പോകും. പക്ഷേ ആ വർഷം 5 പേരെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ 22 അത് 10ആയി, 23 12ആയി. കഴിഞ്ഞ വർഷം 15 പേര് പൊങ്കാലിടാൻ ഉണ്ടായിരുന്നു. ഈ വർഷം ഏകദേശം 26 അടുപ്പുണ്ട്. 26 പേരുണ്ട് പൊങ്കാലിടാനായിട്ട്. എല്ലാവരും സുഹൃത്തുക്കളാണ്. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് മുമ്പ് തന്നെ ഞങ്ങൾ ട്രിവാൻഡ്രത്ത് പോയി ആറ്റുകാലും പഴവങ്ങാടിയും പത്മനാഭ ക്ഷേത്രത്തൊക്കെ തൊഴുത് വരാറുണ്ട്. വളരെ സന്തോഷമുണ്ട്. എല്ലാവരും ഓരോ വർഷവും കൂടുന്തോറും പൊങ്കാലക്കാർ കൂടിക്കൊണ്ടിരിക്കും. പറയുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇമോഷണൽ ആവേണ്ടത് നമ്മൾ പൊങ്കാല കാര്യങ്ങൾ പറയും. പൊങ്കാലയുടെ ഐതിഹ്യം പറയുകയാണെങ്കിൽ കണ്ണകിയുടെ ഭർത്താവായ കോവലനെ കള്ളനെന്ന് മുദ്രകുത്തിയ മധുര നഗരത്തിൽ രാജാവിൻ്റെ അന്യായമായ വിധിയിൽ പ്രതിഷേധിച്ച് അതീവ ക്രോധയായ കണ്ണകിയുടെ കോപാഗ്നിയിൽ മധുര നഗരം തീപിടിച്ചു ചുട്ടെരിഞ്ഞു. ഫലമായി മധുര നഗരത്തിലെ സ്ത്രീകൾ, വൃദ്ധർ, കുഞ്ഞുങ്ങൾ എന്നിവരൊഴികെയുള്ള എല്ലാവരും ദേവിയുടെ കോപാഗ്നിയിൽ വെന്തുപോയി. പുരാതന നഗരമായ മധുരയുടെ നാശത്തിനു ശേഷം ദേവി കണ്ണകി ആ നഗരം വിട്ട് കന്യാകുമാരി വഴി കേരളത്തിലെത്തി. കൊടുങ്ങല്ലൂരിലേക്കുള്ള യാത്രാമധ്യേ ആറ്റുകാൽ എന്ന സ്ഥലത്ത് എത്തുകയുണ്ടായി. കോപമടങ്ങാത്ത ദേവിയുടെ കണ്ണുകളിൽ നിന്ന് പുറപ്പെടുന്ന അഗ്നിജ്വാലകൾ കണ്ടവർക്കെല്ലാം ഭീതിയുണർത്തി. പതിച്ച സ്ഥലങ്ങളെല്ലാം തീ പിടിച്ചു ജ്വലിച്ചു. അവസാനം ജനങ്ങൾ ദേവിയുടെ ക്രോധം ശമിപ്പിക്കാനും അവളെ ശാന്തയാക്കുവാനുമായി അവർ ദേവിയോട് ഹൃദയം നിറഞ്ഞ പ്രാർത്ഥനകൾ നടത്തി. സ്ത്രീകൾ മൺകലങ്ങളിൽ തിളച്ചു പൊങ്ങിയ പൊങ്കാല ദേവിയുടെ പാദങ്ങളിൽ സമർപ്പിച്ചു. ഈ ഭക്തിപൂർവമായ പൊങ്കാല സമർപ്പണത്തിൻ്റെ ഫലമായി ദേവിയിലെ അന്നപൂർണേശ്വരി ഭാവം ഉണരുകയും അവൾ അഗതികൾക്ക് ആശ്രയം നൽകുന്നതും അന്നവും വരങ്ങളും അരുളുന്നതുമായ പ്രസന്നവദനയായി മാറി. അന്നു മുതൽ ആറ്റുകാലിൽ ദേവിയുടെ സാന്നിധ്യം ഉണ്ടായി എന്നുമാണ് ഐതിഹ്യം. പൊങ്കാല സമയത്ത് ആറ്റുകാൽ ക്ഷേത്രം സ്ത്രീകളുടെ ശബരിമല എന്ന പേരിലും അറിയപ്പെടുന്നു. കൊടുങ്ങല്ലൂർ അമ്മയും ആറ്റുകാൽ അമ്മയും തമ്മിലുള്ള ബന്ധം എന്തെന്ന് വെച്ചാൽ, ഭർത്താവിൻ്റെ മരണത്തിൽ മനംനൊന്ത് മധുരാനഗരം ചുട്ടെരിച്ച കണ്ണകി മധുര മീനാക്ഷിയുടെ ആവശ്യപ്രകാരം കൊടുങ്ങല്ലൂരിലെത്തുകയും വടക്കേ നടയിൽ വെച്ച് ആദിപരാശക്തിയിൽ ലയിച്ച് മോക്ഷം നേടുകയും ചെയ്തതായി കഥയുണ്ട്.
ഇതാണ് മനോഹരമായ പൊങ്കാല സദ്യ. തപസ്സാജ്വലന്തീം വൈരോചനീം കർമ്മഫലേഷു ജുഷ്ടാം ദുർഗാൻ ദേവീകം ശരണമഹം പ്രപദ്യേ സുതരസിതരസേ നമഃ അഗ്നേ ത്വം പാരയാണം